Hi all. ഇന്ന് നമുക്ക് ജാവയിൽ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തു നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ JDK ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ മെഷീനിലേക്ക്. അപ്പോൾ JDK ഇൻസ്റ്റാളേഷന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി നിങ്ങൾ ആദ്യം JDK ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ID വേണം. ഇതൊക്കെ ചെയ്ത് നോക്കാനും സിൻടാക്സ് എററോ കമ്പൈൽ ടൈം എററോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു ID വേണം. നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്താലും ജാവ പ്രോഗ്രാം വർക്ക് ആവും. പക്ഷെ ID ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്, പ്രത്യേകിച്ച് ബിഗിനിങ് സ്റ്റേജിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ Eclipse ID ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ വീഡിയോയും ചാനലിൽ കിടക്കുന്നുണ്ട്. അത് രണ്ടും നിങ്ങൾ നോക്കുക. ഈ രണ്ട് വീഡിയോസ് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ലിങ്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം JDK ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? Eclipse ID ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ Eclipse ID ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു വർക്ക് സ്പേസ് ആണ് ചോദിക്കുക. വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഒന്നുമില്ല, നമ്മുടെ ജാവ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫോൾഡറിനെയാണ് ഈ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ തന്നെ ജാവ വർക്ക് സ്പേസ് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അത് ബ്രൗസ് ചെയ്യുക, ആ പാത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, പാത്ത് കൊടുത്തിട്ട് നിങ്ങൾ ലോഞ്ച് ചെയ്യിക്കുക, അത്രേ ഉള്ളൂ. വർക്ക് സ്പേസ് ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരാം. ഒരു ഇച്ചിരി സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് Eclipse ഓപ്പൺ ആയി അല്ലേ? നിങ്ങൾ വർക്ക് സ്പേസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ Eclipse ഓപ്പൺ ആയിട്ടുണ്ടാവും. എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന വെൽക്കം സ്ക്രീനാണ്, അത് ക്ലോസ് ചെയ്തേക്കുക, അതിൻ്റെ ആവശ്യമില്ല. ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ കാണാം പാക്കേജ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് എല്ലാം വരുന്നത്. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യൂ ആണത്. ഓക്കെ, ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ജാവ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ജാവ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ വിൻഡോ വരും. അല്ല എന്നാണെങ്കിൽ, ഇൻ കേസ് അവിടെ അത് കാണിക്കുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങൾ ഫയൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എടുത്തിട്ട് ഒരു ജാവ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. കണ്ടോ, ഫയൽ ന്യൂ ജാവ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ ഫസ്റ്റ് പ്രോജക്റ്റ് എന്നാണ്, ഫസ്റ്റ് പ്രോജക്റ്റ് എന്നോ ഫസ്റ്റ് ജാവ പ്രോജക്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഫിനിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു. കണ്ടോ, ഫസ്റ്റ് പ്രോജക്റ്റ് എന്നുള്ളത് ഇവിടെ വന്നു. ഇനി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നോക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. JRE സിസ്റ്റം ലൈബ്രറി ഉണ്ട്, ഒരു സോഴ്സ് ഉണ്ട് അല്ലേ? സോഴ്സിൻ്റെ ഒരു ഫോൾഡറും ഉണ്ട്. ഇനി പ്രോജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്രോജക്റ്റിനുള്ളിൽ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. പാക്കേജ് ക്രിയേറ്റ് ചെയ്യാതെയും പ്രോഗ്രാംസ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ കറക്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റിനുള്ളിൽ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതിനുള്ളിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് അതിന് നിങ്ങൾ കൊടുക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് കോം ഡോട്ട്, നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ കുറച്ച് ട്രയൽസ് ആണ് അല്ലെ, കുറച്ച് പ്രോഗ്രാം ട്രയൽസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചുമ്മാ പ്രോഗ്രാംസ് എന്നിടാണ്. ഈ ഓരോ വേർഡിനകത്ത് ഇവിടെ കൊടുക്കുന്ന ഓരോ ടേംസിനും മീനിങ് ഉണ്ടാവണം. പക്ഷെ ഇപ്പോൾ തൽക്കാലം നിങ്ങളിങ്ങനെ കൊടുത്താൽ മതി. എന്താണ് ഇതിന്റെ കറക്റ്റ് രീതി എന്നുള്ളത് നമുക്ക് പിന്നത്തെ വീഡിയോസിൽ നോക്കാം കേട്ടോ. ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം, അതിനുള്ളിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഈ മൊഡ്യൂൾ ഇൻഫോ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാട്ടോ നിങ്ങൾക്ക്. കാര്യം അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനുള്ളിൽ പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് വരുമ്പോഴാണ് നമ്മൾ അതിനകത്താണ് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് വേണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ജാവ പ്രോഗ്രാം എന്നാണ് എൻ്റെ ക്ലാസിൻ്റെ പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സിൻ്റെ, ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ പ്രോജക്റ്റിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. പിന്നെ സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ ക്ലാസ് നെയിമും പ്രോജക്റ്റ് നെയിമും കൊടുക്കേണ്ടത്. പാക്കേജ് എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഇനി ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മെയിൻ മെത്തേഡ് ഉണ്ട്. അതിവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഫിനിഷ് ചെയ്യുക. ചെക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇൻ കേസ് മറന്നു പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാനൊന്ന് സ്ക്രീൻ വലുതാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആഡായി വന്നു. ക്ലാസിൻ്റെ പേര് ഫസ്റ്റ് ജാവ പ്രോഗ്രാം എന്നാണ് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഫസ്റ്റ് ജാവ പ്രോഗ്രാം. ഇതിരിക്കുന്ന എവിടെയാണ്? കോം ഡോട്ട് പ്രോഗ്രാംസ് എന്നുള്ള പാക്കേജിനുള്ളിലാണ്. കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാക്കേജാണ്. ഇനി ഈ പാക്കേജും ഈ ക്ലാസ്സും ഒക്കെ ഇരിക്കുന്നത് ഫസ്റ്റ് പ്രോജക്റ്റ് എന്നുള്ള പ്രോജക്റ്റിലാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് എന്താണ് പ്രോഗ്രാം എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഈ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിലാണ്. ഇതിനെയാണ് നമ്മൾ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഓരോ ലൈനിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം കേട്ടോ, നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി.
ആദ്യം ഇത് ആഡ് ചെയ്യുക, ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൻ മെത്തേഡും കൂടി ആഡ് ചെയ്യുക. അതിനുള്ളിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പ്രിന്റ് ലൈൻസ് ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെന്റ് System.out.println എന്നുള്ളതാണ്. അതിന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിസ് ഔട്ട് എന്ന് കൊടുക്കാം. സിസ് ഔട്ട് എന്ന് കൊടുത്തിട്ട് കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്യുക, ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, കൺട്രോൾ സ്പേസ് ഒന്നിച്ച് പ്രസ് ചെയ്യുക. സിസ് ഔട്ട് എന്ന് കൊടുത്തിട്ട് കൺട്രോൾ സ്പേസ് ഒന്നിച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് കോഡ്സ് ഓപ്പൺ ചെയ്യണം. അതിനകത്ത് വേണം നിങ്ങൾക്ക് എന്താ ഇനി ടൈപ്പ് ചെയ്ത് വരേണ്ടത്, പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ടത് അത് കൊടുക്കാം. ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. കാര്യം സാധാരണ അങ്ങനെയാണല്ലോ എല്ലാ ജാവ പ്രോഗ്രാമിലും അല്ലേ. ഫസ്റ്റ് പ്രോഗ്രാം ഇങ്ങനെയായിരിക്കും. ഒരു ലൈനല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലൈൻ കൊടുക്കാം. ഒരു ലൈനേ ചെയ്യാൻ പാടുള്ളൊന്നുമില്ല. ഇനിയും നിങ്ങൾക്ക് കൊടുക്കാം. ദിസ് is my first Java program. ഓക്കെ, അങ്ങനെ കൊടുത്തു ഞാൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഔട്ട് കോഴ്സിൽ ഞാനൊരു ലൈൻ കൊടുക്കാം. ഓക്കെ, മൈനസ് ആണ് ഞാനിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് ഹലോ വേൾഡിന് മുമ്പ് കൊടുക്കാം ഒരു ഭംഗിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യാം. സിമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഇനി ഇത് വേണ്ട, സ്റ്റാർസ് മതിയെങ്കിൽ സ്റ്റാർസ് കൊടുക്കാം. ഒരു 3-4 ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം സിസ് ഔട്ടിനുള്ളിലാണ് കൊടുക്കേണ്ടത്. കോഡ്സ് വേണം, സെമിക്കോളൻ ഉണ്ടായിരിക്കണം അവസാനം. അത് മറക്കരുത്, ഇതൊക്കെ മറന്നു പോകും. എന്നിട്ട് കറക്റ്റ് ആണല്ലോ പ്രോഗ്രാം, ഇത് എറർ കാണിക്കുന്നു എന്ന് പറഞ്ഞിരിക്കും. സെമിക്കോളൻ എപ്പോഴും ഓർക്കുക. എല്ലാ ലൈനും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെമിക്കോളൻ വേണം. അതുപോലെ തന്നെ കോഡ്സ് മറക്കരുത്. വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ അടിക്കും. കോഡ്സിനകത്തായിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അതുപോലെ 3-4 ലൈൻസ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അതിന് കൗണ്ട് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ 4 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. കൺട്രോൾ എസ് തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസിലും ചെയ്യുന്ന പോലെ തന്നെ കൺട്രോൾ എസ് തന്നെയാണ് സേവ്. അല്ലെങ്കിൽ ഇവിടെ ഫയലുണ്ട് കേട്ടോ, സേവ് ഇവിടെ ഉണ്ട്. ഞാൻ ഓൾറെഡി സേവ് ചെയ്തുകൊണ്ടാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് റൺ ബട്ടൺ കാണാം, കണ്ടോ, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൺസോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം വന്നു അല്ലേ. ഞാൻ ആദ്യം ലൈൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് വന്നു. ഹലോ വേൾഡ് എന്നുള്ളതാണ് സെക്കൻഡ് ലൈൻ, അത് വന്നിട്ടുണ്ട്. പിന്നെ ദിസ് ഇസ് മൈ ഫസ്റ്റ് ജാവ പ്രോഗ്രാം എന്ന് വന്നു. ലാസ്റ്റ് നമ്മൾ സെപ്പറേറ്റർ പിന്നെയും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.